തുടർന്ന് എഴുതി തന്ന സാക്ഷ്യങ്ങൾ വായിക്കുന്നു. അതിനു മുമ്പായി സജി ജേക്കബ് മുൻപോട്ട് കടന്നു വന്ന് സാക്ഷ്യം പ്രസ്താവിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നിവിടെ കടന്നു വന്ന സാക്ഷ്യം പറയാൻ കർത്താവ് എനിക്ക് അവസരത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തലമുറയുമായി ബന്ധപ്പെട്ട് ദൈവം ചെയ്തൊരു നന്മ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച നാളുകളിലെല്ലാം എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം വലിയ നന്മകൾ ചെയ്തിട്ടുണ്ട്. ഒട്ടുമുക്കാലം കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സാക്ഷ്യം ഇവിടെ വന്ന് പറയാൻ ഞാനൊരു തീരുമാനം എടുത്തുകൊണ്ട് ഞാൻ വന്ന് പറയുകയാണ്. എൻ്റെ മകള് 2021 MSW കഴിഞ്ഞിട്ട് കാനഡയിൽ പഠിക്കാൻ പോയി. 2 വർഷത്തെ കോഴ്സ് പഠിത്തം കഴിഞ്ഞാൽ പെർമനൻ്റ് ജോലി 8 മണിക്കൂർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഡിസംബർ മാസം PR വേണ്ടിയുള്ള ഫയൽ ചെയ്തു. അതൊരു ഏജൻസി ഏൽപ്പിച്ച് അവർ സുരക്ഷിതമായി ചെയ്തിട്ടെന്ന് വെച്ചാൽ അവരെ ഏൽപ്പിച്ചതാണ്. അവരത് ചെയ്തു. ഈ 1 മാസത്തിനുള്ളിൽ ഒരു കോള് വന്നു. ആ കോളിൽ അവളെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിക്ക് ഇൻവിറ്റേഷൻ കിട്ടി. അവളെക്കാൾ 80 മാർക്ക് കുറഞ്ഞ കുട്ടി, അവൾക്ക് 519 പോയിൻ്റായിരുന്നു. ഈ കുട്ടിക്ക് 479 പോയിൻ്റായിരുന്നു. അവൾക്ക് ഇൻവിറ്റേഷൻ കിട്ടി. ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നു. ഏകദേശം രാത്രി 1 മണിയായപ്പോഴാണ് ഈ ഇൻവിറ്റേഷൻ വന്നത്. അവൾക്ക് അത് കിട്ടിയില്ല. 1 മണിക്ക് ഞങ്ങളെ വിളിച്ചു. അവൾ വളരെ കരഞ്ഞ് പറഞ്ഞു. എന്തുകൊണ്ടെന്ന് അറിയുന്നില്ല, എന്ത് പറ്റിയെന്നുള്ളത് വ്യക്തമല്ല. ഞാൻ വളരെ ദുഃഖത്തോടെ രാവിലെ ബാബുച്ചാനെ വിളിച്ചു. ഇങ്ങനൊരു വലിയ സങ്കടം ഉണ്ടായി. എവിടെയോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, എവിടെയാണെന്ന് നമുക്കറിയില്ല. ബാബുച്ചാൻ എന്നോട് എടുത്ത് വായിക്കി പറഞ്ഞു, ദൈവം അത് വെളിപ്പെടുത്തി തരും, പ്രാർത്ഥിക്കുക, ദൈവം വെളിപ്പെടുത്തും, പ്രയാസപ്പെടരുതെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് ഞാൻ മോളോട് പറഞ്ഞു, ഇന്ന് പിറ്റേ ദിവസം നിർബന്ധമായിട്ട് ഏജൻസിയുടെ അടുക്കൽ ചെല്ലണം, അവരുടെ നിന്ന് ചെന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അവൾ അവിടെ ചെന്നു. അവൾ ആദ്യം അവരൊന്ന് റിജക്റ്റ് ചെയ്തു. പക്ഷെ അവൾ അവിടെ പിടിച്ചു നിന്ന് അവർ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഈ കമ്പ്യൂട്ടർ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവൾ കണ്ട സമയത്ത് അവൾ കണ്ടത് 519 മാർക്കിന് പകരം 533 മാർക്കാണ് അവൾക്ക് ആക്ച്വലായിട്ട് കിടക്കുന്നത് കണ്ടു. അത് കണ്ടവൾ എടുത്ത് ചോദിച്ചു, എന്തിതൊക്കെ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വലിയൊരു തെറ്റ് പറ്റി. ഞങ്ങളത് എൻട്രി ചെയ്യുന്ന സമയത്ത് നിൻ്റെ എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞ ആ കോഡിന് പകരം അറിയാതെ ഞങ്ങളുടെ കൈ വേറൊരു കോഡിലോട്ട് മാറിപ്പോയി, നീ ഞങ്ങളോട് ക്ഷമിക്കണം, അങ്ങനെ പറ്റിപ്പോയി. അവൾ ചോദിച്ചു, അത് ഞാൻ ക്ഷമിച്ച്, പിന്നെ മാർക്ക് കൂടിയത് എങ്ങനെയാണ്? അതുപോലെ പറഞ്ഞ് അതും തെറ്റ് പറ്റി. 15 മാർക്ക് ഞങ്ങൾ കൂട്ടിയിടാൻ മറന്നുപോയി. ആ കൊച്ച് അവിടെ നിന്ന് വേഗം എടുത്ത് കാര്യം. രാത്രി 9 മണിയായപ്പോൾ എന്നെ വിളിച്ച് ഇത് പറഞ്ഞു. അവൾക്ക് സങ്കടം വന്നതിൻ്റെ മെയിൻ കാരണം ഈ 533 പോയിന്റിൽ 3 അവസരങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത്. 3 ചാൻസ്. കാനഡയിൽ നിന്ന് PR കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പഠിക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പഠിക്കുന്ന സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി. 3 അവസരങ്ങൾ അവളുടെ കയ്യിൽ നിന്ന് പോയി. ആ ഏജൻസി എന്നെ വിളിച്ച് പറഞ്ഞു, സാർ എങ്ങനെ പറ്റിപ്പോയി? ഞാൻ പറഞ്ഞു, സാരമില്ല, ദൈവം നേരെ വഴി ഒരുക്കും. അത് ഇങ്ങനെയൊരു കാര്യമൂടെ പറഞ്ഞു, ഞങ്ങളും പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങളും പ്രാർത്ഥിക്കുന്നവർ. ഇവിടെ ഭാവിച്ചാൻ പറയുന്ന പോലെ ക്ഷമിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഡ്യൂട്ടിയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ മോളെ ആശ്വസിപ്പിക്കുക, ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം വഴി ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഭാവിച്ചാൻ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, സ്റ്റക്കപ്പായിരിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരും. ഇന്നത് തുറക്കും, ഇന്ന് ഓപ്പൺ ആവുമെന്ന് കൃത്യമായിട്ട് ഭാവിച്ചാൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലും തുടക്കത്തിലെ ദൈവദാസൻ പറഞ്ഞു, ചിലത് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വെളുപ്പിന് 1 മണിക്കൂർ കോള് വന്നു. എൻ്റെ മോളിലെ കോളാണ്. അവർക്ക് ഇൻവിറ്റേഷൻ കിട്ടി. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് അത്ഭുതം എന്ന് പറയുന്നത് 529 മാർക്കിൽ ഉള്ളവർക്ക് കൊടുക്കുകയുള്ളൂ. ഇപ്പം 533 മാർക്ക്, 4 മാർക്കിൻ്റെ വ്യത്യാസം. അല്ല 535 ആയിരുന്നെങ്കിൽ അവർക്ക് കിട്ടില്ല.
ദൈവം വലിയവനാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ പറഞ്ഞ ദൂത് ഏറ്റെടുത്താൽ നിമിഷത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൂതന്മാരെ അയച്ച് വചനം അയച്ച് വിടിവിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം അത് ചെയ്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര സാക്ഷ്യങ്ങൾ എനിക്കിവിടെ പറയാം. എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അതുപോലത്തെ സാക്ഷ്യങ്ങളാണ് എനിക്കിവിടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ഇത് പറയാമെന്ന് ദൈവത്തോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടി ശക്തമായിട്ട് പറയട്ടെ. ഇവിടെ ഈ ആലയത്തിൽ വന്ന് നമുക്കിതൊക്കെ ഭൗതിക ആവശ്യങ്ങളാണ്, എല്ലാവർക്കും അറിയാലോ. ആത്മീയ ആവശ്യങ്ങളൊന്നും ഉണ്ട്. പക്ഷെ നമ്മളെ വേദനിപ്പിക്കുന്ന, തലമുറയെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മളെ വിഷമിപ്പിക്കുന്ന വിഷയങ്ങളെല്ലാം ഇവിടെ വന്ന് നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. തക്ക രീതിയിൽ ഇന്നിവിടെ കേൾപ്പിച്ചതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തന്നെ പ്രകാരം വിളിക്കപ്പെട്ട് നടക്കും. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ആ കൊച്ചിന് 479 മാർക്ക് കിട്ടിയത് കൊണ്ടാണ് ആ ഭവിഷ്യം പറഞ്ഞ് കൃത്യമായിട്ട് അത് വെളിപ്പെട്ട് വരും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയി അന്വേഷിച്ചു. ചെന്നന്വേഷിച്ചപ്പോഴാണ് 2 തെറ്റുകൾ കണ്ടതും അത് തിരുത്തിയതും. തിരുത്തി കഴിഞ്ഞ് 2 ആഴ്ചക്കുള്ളിൽ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മളെ ഈ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായി ദൈവത്തെ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മൾ കേട്ടതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ തിന്മയായത് ശത്രു എന്തെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാലും നന്മയ്ക്കായി വ്യാപരിപ്പിക്കുന്ന ഈ ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. തുടർന്ന് അടുത്ത സാക്ഷ്യം അമ്മിണി